ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആതിര അർച്ചന. അപ്പോൾ ആദ്യമായിട്ട് CSEB എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരള ബാങ്കിന്റെ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്കുള്ള മറ്റൊരു എക്സാം എന്ന് പറയുന്നത് CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാം ആണ്. അപ്പോൾ CSEB എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 60 to 70% ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ബാങ്കിങ് ഏരിയയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ അഫിലിയേറ്റ് ഓഫ് RBI? താഴെ തന്നിരിക്കുന്നതിൽ RBIന്റെ അഫിലിയേറ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ്. DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, ബാഡ് ബാങ്ക്, IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ARC. ഇതില് RBIയുടെ അഫിലിയേറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ബാഡ് ബാങ്ക് ആണ്. എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ബാഡ് ബാങ്ക് ആണ് RBIയുടെ അഫിലിയേറ്റ് അല്ലാത്തത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ഡൺ ബൈ എ ബാങ്ക് വിത്തൗട്ട് പ്രയർ പെർമിഷൻ ഓഫ് RBI? RBIയുടെ മുൻകൂട്ടിയുള്ള പെർമിഷൻ ഇല്ലാതെ ബാങ്കിന് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്നാണ്. ഇൻസ്റ്റലേഷൻ ATM അറ്റ് ലൈസൻസ്ഡ് ബ്രാഞ്ചസ്, ഓപ്പണിംഗ് എക്സ്റ്റൻഷൻ കൗണ്ടേഴ്സ്, മർജേഴ്സ്, ആക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ബോറോവേഴ്സ്. അതായത് ഇതിൽ വരുന്നത് മർജേഴ്സ് ആണ്. ബാക്കി മൂന്നും RBIയുടെ മുൻകൂട്ടിയുള്ള അനുവാദം കൂടാതെ ബാങ്കുകൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ മർജറിന് RBIയുടെ മുൻകൂട്ടിയുള്ള പെർമിഷൻ ആവശ്യമാണ്. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി ഡൺ ബൈ എ ബാങ്ക് വിത്തൗട്ട് പ്രയർ പെർമിഷൻ ഓഫ് RBI എന്ന് ചോദിച്ചാൽ മർജേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ, ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ടേക്കൺ ഇൻ കേസ് ഓഫ്. ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ്? ക്യാഷ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ്, ദ ടേം റൺ ഓഫ് ദ ബാങ്ക് ഡിനോട്ട്സ്. റൺ ഓഫ് ദ ബാങ്ക് എന്നുള്ളത് എന്താണ് സൂചിപ്പിക്കുന്നതെന്നാണ്. ഡെപ്പോസിറ്റ് ഗിവിംഗ് ഇൻ ബാങ്ക്, ബാങ്ക് കമ്മിങ് ഇൻ ലോസ്, വിഡ്രോവൽ ഓഫ് ഡെപ്പോസിറ്റ് ഇൻ ബൾക്ക്, ഗിവിംഗ് ഡെപ്പോസിറ്റ് ഇൻ ബൾക്ക്. അതായത് റൺ ഓഫ് ദ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്രോവൽ ഓഫ് ഡെപ്പോസിറ്റ് ഇൻ ബൾക്ക്, ബൾക്കായിട്ട് ഉള്ള ഡെപ്പോസിറ്റുകൾ നമ്മൾ എന്താണ് ബൾക്കായിട്ട് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് റൺ ഓഫ് ദ ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ്, ഇൻ എ ജോയിന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് നോമിനേഷൻ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ ടു. അതായത് ജോയിന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിന് നോമിനേഷൻ ഫെസിലിറ്റീസ് ആർക്കൊക്കെയാണ് അവൈലബിൾ ആവുക എന്നുള്ളതാണ്. മാക്സിമം 3 നോമിനേഷൻ, മാക്സിമം 2 നോമിനേഷൻ, ഓൺലി 1 നോമിനി, ദർ ഈസ് നോ ലിമിറ്റ്. അതായത് ഒരു നോമിനിക്ക് മാത്രമേ ജോയിന്റ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നോമിനേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആവുള്ളൂ. അപ്പൊ ആൻസർ വരുന്നത് ഓൺലി 1 നോമിനിയാണ്. നെക്സ്റ്റ് വൺ ആണ്, നോ ജോയിന്റ് അക്കൗണ്ട് ഈസ് പെർമിറ്റഡ് ഇൻ കേസ് ഓഫ്. ജോയിന്റ് അക്കൗണ്ട് എന്താണ് താഴെ പറയുന്നതിൽ ആർക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ജോയിന്റ് അക്കൗണ്ടിന് പെർമിഷൻ കിട്ടാത്തതെന്നാണ്. 2 വനിതകൾക്ക് ചേർന്നിട്ട് ജോയിന്റ് അക്കൗണ്ട് ചേരാം, 2 ഓൾഡ് മെന് ജോയിന്റ് അക്കൗണ്ട് ചേരാം, 2 മൈനേഴ്സിന് ജോയിന്റ് അക്കൗണ്ട് എന്താണ് 2 മൈനർ കൂടിയിട്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് ചേരാൻ പറ്റില്ല അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 2 മൈനേഴ്സ് ആണ്. അപ്പൊ നമ്മളുടെ CSEBയുടെ എക്സാം, കേരള ബാങ്ക് എക്സാം കഴിഞ്ഞാൽ ഉടനെ വരുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന ജൂനിയർ ക്ലർക്ക് കാഷ്യർ എക്സാം ആണ്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഇല്ല എന്നുള്ളതും നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതുമാണ് CSEB എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ CSEBക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൊറി ഹാൻഡ്ലിങ്ങും മെന്റർഷിപ്പ് സപ്പോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് ഈസ് കോമ്പൗണ്ടഡ് ഓൺ ദ ബേസിസ് ഓഫ്. അതായത് ക്യാഷ് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് ബേസിലാണെന്നാണ്. ഇൻട്രസ്റ്റ് ക്വാർട്ടർലി ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ്, ഇൻ ഇന്ത്യ ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ബൈ. ഇന്ത്യയിൽ ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് ആരാന്നാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ഇന്ത്യയിൽ ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഓവർഡ്രോ ദ എമൗണ്ട് ഫ്രം ഹിസ് ഓർ ഹെർ അക്കൗണ്ട്. അതായത് നമ്മൾ ബാങ്കിങ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്നുള്ളത്. ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് ഉള്ളതെന്നാണ്.
കറണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഉള്ള ഒരു ഫെസിലിറ്റി ആണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്നുള്ളത്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അസോസിയേറ്റ് ചെയ്യുന്നത് കറണ്ട് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടുമായിട്ടാണ്. നെക്സ്റ്റ് വൺ ആണ് ലിമിറ്റേഷൻ പീരീഡ് ഫോർ എ ഡിമാൻഡ് ലോൺ എഗെയിൻസ്റ്റ് ടേം ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് DPN. ഡിമാൻഡ് പ്രോമിസറി നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. 3 years ആണ് ഡിമാൻഡ് പ്രോമിസറി നോട്ടിന്റെ ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് RBI ഡസ് നോട്ട് ഹാവ് ആൻ ഓഫീസ് ഇൻ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. RBIക്ക് താഴെ പറയുന്നതിൽ എവിടെയാണ് ഓഫീസ് ഇല്ലാത്തത് എന്നാണ്. കാൺപൂർ, ഭോപ്പാൽ, ഗുൽബർഗ, ലക്നൗ. ഇതില് RBIക്ക് ഈ പറഞ്ഞില്ലേ, RBIക്ക് ഓഫീസ് ഇല്ലാത്തത് ഗുൽബർഗയിലാണ്. നെക്സ്റ്റ് വൺ ആണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് RBI. RBIയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ്. ആക്ടിംഗ് ആസ് ബാങ്കർ ടു ഗവൺമെന്റ്, കീപ്പിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, റെഗുലേറ്റിംഗ് ക്രെഡിറ്റ് ഇൻ ദ കൺട്രി, ഇഷ്യൂയിങ് 1 rupee നോട്ട്സ് ആൻഡ് കോയിൻസ്. അതായത് ബാങ്കർ ടു ഗവൺമെന്റ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കീപ്പ് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് കൺട്രിയിലെ ക്രെഡിറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ആണ്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. 1 rupee നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് RBIയുടെ ഫംഗ്ഷൻ അല്ല. അപ്പൊ ആൻസർ വരുന്നത് ഇഷ്യൂയിങ് 1 rupee നോട്ട് ആൻഡ് കോയിൻസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് RBI വാസ് നാഷണലൈസ്ഡ് ഓൺ. RBI നാഷണലൈസ് ചെയ്ത ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 1/1/1949 RBI നാഷണലൈസ് ചെയ്തത്. 1949 ജാനുവരി 1, 1949 RBI നാഷണലൈസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ആണ് നോ ബാങ്കർ ഷാൾ ഓപ്പൺ ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ്. അതായത് ബാങ്കർക്ക് ആരുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയാത്തതെന്നാണ്. മൈനർ, മാരീഡ് വുമൺ, ഡ്രങ്കാർഡ്, ഇൻസോൾവെന്റ്. ഇൻസോൾവെന്റിന്റെ കേസിൽ എന്താണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ CSEB എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ബാങ്കിങ് മേഖലയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്